ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറ. ചോദിക്കുന്നവരെല്ലാവരും തിരക്കുന്ന പറയാം. തിരക്കാത്തൊരു ചോദിച്ചാട്ടും പറയാം. ആരെങ്കിലും ചോദിച്ചാൽ ബാബൊക്കെ സുഖമായിട്ടിരിക്കുന്ന ചോദിച്ചാൽ പറയണം അവര് നിങ്ങളെ പ്രത്യേകം തിരക്കിട്ടുണ്ടോ മറന്നുപോയത് പറയാൻ. എഴുത്ത് തന്നതാ മറന്നുപോയെന്ന് പറഞ്ഞു. ഇതെല്ലാം കേൾക്കുന്നുണ്ടല്ലോ ഏതായാലും. ഏതെല്ലാം ചോദിച്ചാലുണ്ട്, വേറെ ആക്കണ്ടൊക്കെ ഉണ്ട്. ഓമനയുടെ മോനെ ഇതുപോലായിരുന്നു, വഴക്കില്ലല്ലോ, അതിനോട് തീരുമാനിച്ചതാണ്. കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലേ? നേരിട്ട് കൊണ്ട് പറയാണ്ടിരിക്കായിരിക്കും അല്ലേ? ഇപ്പം ടിക്കറ്റിന്റെ കാര്യമൊക്കെ ഒന്ന് ശരിയാകണം അല്ലേ? ബാക്കിയെല്ലാം ശരിയാണ്. അവകാശം ഉണ്ടല്ലോ, സമയം ഇഷ്ടംമാതിരി ഉണ്ട്. മണിമാവോ പറയാനുള്ളതൊക്കെ പറഞ്ഞ ഇല്ലേ? മിച്ചി പറ, എഴുത്തങ്ങ് ഉറക്കെ വായിച്ചോ മിച്ചി. നിങ്ങോട്ട് നോക്കിയാരെ അവിടെ എഴുത്ത് വായിക്കണമെങ്കിൽ കണ്ണാടി വേണം, കണ്ണാടി വേണമെന്നാണ് എഴുത്ത് വായിക്കാൻ. ആ അങ്ങനെയാണോ കുരുമുനാന്നാണ് എഴുതുന്നത്? എല്ലാം പറഞ്ഞോ. അമ്മച്ചിയെ കണ്ടെന്ന് പറയണേ കേട്ടോ. ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ ഒരു സൺഡേ സ്കൂളിലൊക്കെ വരുമോ? മോൻ സൺഡേ സ്കൂളിന് പോവോ? എവിടെ പോയി പാടുവോ? ചെറുതാ. സുഖമായിരിക്കുന്നു. പിന്നെ അവരുടെ പ്രത്യേകം വന്നതും പറഞ്ഞു അപ്പത്തെ അവരുടെ ഫാദറോട് മകനോട് പിന്നെ ബെൻസിന്റെ മദർ വന്നിട്ടുണ്ട്. ഉണ്ടോ? ആ മദറിനെ അറിയാം. അപ്പൊ അമ്മച്ചോട് പറയാൻ പ്രത്യേകം ഞങ്ങളുടെ പി കെ തോമസിനെ ഇവിടെ അന്വേഷണം അറിയിച്ചേക്കാം. ഓക്കെ, അറിയിച്ചേക്കാം, കാണിച്ചേക്കാം. അന്നേരം പിന്നെ പിന്നെ വേറൊന്നും പറയാനില്ലല്ലോ. ഇല്ല, പിന്നെ ഇതിൽ പാസ് നമ്മുടെ ചെല്ലാൻ ഫാമിലി പിന്നെ സഭയിൽ എല്ലാവരോടും ഓക്കെ താങ്ക്സ് പറഞ്ഞു. ഓക്കെ, ഏതായാലും ഞാനിതുകൊണ്ട് വിൽക്കാനൊന്നും പോകുന്നില്ല. എൻ്റെ കുമാരന്വേഷണം ഫോട്ടോ എടുക്കുമ്പോൾ പിടിച്ചപ്പോൾ അയ്യോ എൻ്റെ കുഞ്ഞ് പൈസ ഉണ്ടാക്കി എനിക്ക് ഇതിനൊക്കെ വേറെ വല്ല പണി അറിയാമെന്ന് പറഞ്ഞു. ഈ മണിക്ക് നിങ്ങളുടെ ഫോട്ടോ എടുത്ത് കഴിയും. പിന്നെ അവിടെ ഒക്ലാമയിൽ എന്തോ വല്ലതും പറയാനുണ്ടോ? Tell all our friends that we remember them, praying for them. So you give a challenge to the brothers there about North India. Okay. അവനങ്ങോട്ട് വരികയല്ലേ? He will do it. You just support him. Okay. Philip Abraham. So please tell Philip Abraham pastor that we remember him and he had given me a wonderful treat. He took me to the hotel restaurant. പിന്നെ നല്ല ബുക്സ് പ്രശ്നമില്ല.
തിരിഞ്ഞു നോക്കടാ. പറയാനുള്ളത് പറഞ്ഞു. മക്കളോട് പറയേണ്ട കാര്യം എന്തെങ്കിലും പറയാനുണ്ടോ അച്ഛനെ? എനിക്ക് ചേട്ടാ ഒന്നും പറയാനില്ല. ബാബുവിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ബാബുവിനോട് പറഞ്ഞയക്കാനോ വല്ലതും ഉണ്ടോ? പറഞ്ഞയക്കാനൊന്നുമില്ല. മോനോട് മോളോടൊന്നും പറയാനില്ലേ? സുഖമായിട്ടിരിക്കുന്നൊക്കെ പറയാമോ അച്ഛനല്ലയോ? മച്ചി ഇങ്ങോട്ട് പറയുന്നു. എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നല്ലോ. അതെ, എല്ലാരും സുഖമായിരിക്കുന്നു. ആ കാര്യം പറഞ്ഞ് മനസ്സിലായി. എന്തുകൊണ്ട് പറയാനെ കൊണ്ട് എല്ലാം വിശേഷമല്ലയോ? അവിടെ വന്ന് കണ്ടു കേട്ടു. പിന്നെ ഇവിടെ നേരത്തെ വരുമെന്ന് നമ്മൾ ആരും അറിയുന്നില്ല. പിന്നെ എന്നാണ്ട് ബാബുനോട് എല്ലാം പറയണോ? അതൊന്നും സാരമില്ലെന്ന്, കയ്യിലൊന്നും കുഴപ്പമൊന്നുമില്ല. എല്ലാം പഴകൊണ്ടിരിക്കുക. 22-ാം തീയതി ഈ മാസം വലിയ വഴി തോമാറ്റം വലിയ വഴി വളരെ വലിയ 82 പറയണം. ഇതിൽ കൂടെ സംസാരിച്ച അവിടെ കിട്ടും. അവിടെ പറഞ്ഞോണ്ടാ മതി. ആവശ്യം പോലെ പറഞ്ഞു. കുഞ്ഞോനെല്ലാം തിരക്കി ഇവിടെ പെരപണി തുടങ്ങി. ഇനി പാസ്റ്റർ ഈ മാസം എവിടേക്ക് വരുമല്ലോ. ജനുവരി ആദ്യം വരും. ഫെബ്രുവരി ആദ്യം 3, 4, 5 ദിവസങ്ങളിലാണ് ഇവിടുത്തെ യോഗം കൺവെൻഷൻ. അപ്പോൾ അതിനു വേണ്ടി പാസ്റ്ററുടെ കയ്യിലോ അതിൻ്റെ ചിലവ് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കത്തെഴുതിയിട്ടുണ്ട്. പണം വന്നില്ല. വന്നേരെ ഇവിടെ പരിപാടിയാണ്. എവിടെ യോഗം നടത്തുന്നത്? എവിടെയാ? ഇവിടെ നടത്തുക. ഇവിടുത്തെ നമ്മുടെ സഭാകളൊക്കെ ഒന്നീ പൈനാമണ്ണ ഭാഗത്തോ അവിടെ കിട്ടിയില്ലേ ഞങ്ങളുടെ അയ്യത്തോ മണ്ണിലോ. കുഞ്ഞുവഞ്ചമ്മ അപ്പച്ചനെ കണ്ടാലും പറഞ്ഞായിരുന്നു. എന്താ കുഞ്ഞുവഞ്ചമ്മ അപ്പച്ചനെ കണ്ടാലും പറഞ്ഞായിരുന്നു. ഈ കൺവെൻഷനുള്ള പൈസ പറഞ്ഞാൽ മതി. കുഞ്ഞുവഞ്ചാനോടും അവരെല്ലാരും ഒന്നുകൂടെ കാണാനുള്ള താല്പര്യമുണ്ട്. കാലൊക്കെ സുഖമായല്ലോ അല്ലേ? കാലിന് സുഖമില്ല, വേദന. ഇപ്പൊ എന്തോന്ന് പരട്ടിക്കൊണ്ട് നടക്കുക, വേദനയാ. പിന്നെ പറയാനുള്ള പറഞ്ഞു. എന്താ പറയാ, ഒന്നുകൂടെ അവരെയൊക്കെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്. കാറ്റ് പോകുന്നതിന് മുമ്പ്. അതെ, എപ്പോഴും അറിയത്തില്ല. ഭയങ്കര അസുഖമാണ്. രാത്രി പകൽ ഇങ്ങനെയൊക്കെ നടക്കും. രാത്രി ആകുമ്പോ പിന്നെ പറഞ്ഞു പറയാനുള്ള കുഞ്ഞുമോനെയും അമ്മച്ചനെയും ഒന്ന് കാണാൻ പറ്റും. കൊച്ചു പിള്ളേരെ എങ്ങനെ വരാൻ നോക്കാം. അവരെ പിള്ളേർ അതുപോലെ തന്നെ സൂസനെ നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ താല്പര്യം. കാണാൻ ആഗ്രഹമുണ്ട്. കുഞ്ഞുമോന്റെ അതേമാതിരി അവർക്ക് എല്ലാവർക്കും വേണ്ടി 2 പ്രാവശ്യം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പൊന്നുമാമി കുഞ്ഞുമോന്റെ അവരെല്ലാരെയും കാണുന്നുണ്ട്. 2 പ്രാവശ്യം അവള് തീരെ അങ്ങനെ നീ നിലയല്ല തീരെ പോയി. അവർക്ക് വരുന്നതിന് മുമ്പ് തമ്പിച്ചനൊന്ന് വന്ന് കുഞ്ഞുമാനും തമ്പിച്ചനൊന്ന് ഇന്നോടൊന്ന് വന്ന് കാറ്റ് പോകുന്നതിന് മുമ്പ് കണ്ടാൽ കൊള്ളാം. അത്ര ക്ഷീണമാണ്. ഇപ്പൊ നമ്മുടെ കഴിച്ചു കൊടുക്കുന്നു. എന്നാ ഞങ്ങൾ അപ്പുറത്തോട്ട് പോയിട്ട് വരട്ടെ. പേര് എന്റെ പേരെന്തുവാ മോന്റെ? നടക്കുവോ? ഇല്ലല്ലേ. സൈക്കിൾ പറയാനുള്ളതൊക്കെ പറഞ്ഞേരെ.
പ്രത്യേകം ചോദിച്ചായിട്ട് പറയണം. അമ്മച്ചി പോരാൻ ഒരുക്കാണല്ലേ? പാസ്പോർട്ട് കിട്ടിയാലേ ഉടനെ അയച്ചിട്ട് വിടാം. അത് സാരമില്ല. പാസ്പോർട്ട് മദ്രാസിൽ പോയി വിസ കിട്ടി ഉടനെ ഫോൺ വിളിക്കാൻ പറയും. കാലത്തും പോയിട്ടങ്ങ് ഫോൺ വിളിക്കുക കളിച്ചോണ്ട് അർത്ഥം തന്നെ. ഇത് രണ്ടാമത്തെ മോൻ്റെ മോനെ ഇത്. സാനിയോളെയൊക്കെ പ്രത്യേകം ചോദിച്ചായിട്ട് പിന്നെ വേറൊന്നും പറയാനില്ലേ? നോക്കി മക്കളെ എന്ത് മോനെ മറ്റേ ഞാൻ അറിഞ്ഞില്ല. ബാബു ഒന്നും പറഞ്ഞില്ല. പിന്നെ ബാബു വരാനിപ്പോ ഉണ്ടായില്ല. ബാബു പോലും പറഞ്ഞാലും പ്രത്യേകം ചോദിക്കാൻ ഞാൻ ശാന്തിമ നടത്തി പല്ലും മുട്ടൊക്കെ വീണാണോ? കൊക്കോലാൻ വല്ലതും പറയാനുണ്ടോ? ഒന്നും പറയാനില്ലേ? 200 പീസ് അത്രയും മതിയോ? ടോമിന് എന്നാണ് പറയാനുള്ളത്? 200 ബാബുൾക്കോ? പിന്നെ ഒരു 5000 ഹാംബർഗർ 100,000 ബിഗ് മാച്ച് ഒരു 1000 എന്തോ കണ്ണാടി കൊണ്ടുണ്ട്. അമ്മായ മതിയോ? എന്തോ ബാബുൾക്ക് മതിയോ? അക്സക്ക് വല്ലതും പറയാനുണ്ടോടി ഒക്കലാമലുള്ളവരോട്? ഒന്നും പറയാനില്ല. 10,000 ഐസ്ക്രീം പറയാനുണ്ട്. എടുത്തോ നേരെ നോക്കി. ഒന്നും പറയാനില്ലേ? നിനക്കവിടെ ഫ്രണ്ട്സ് വല്ലതും ഉണ്ടോ ഇനി? ആരൊക്കെ? ബാബേ ചോദിച്ചോണ്ട് പറയാനുള്ളൊക്കെ വല്ലതും പറഞ്ഞു. സേവയ്ക്ക് അത്രേ ഉള്ളൂ. ഒരു കൊച്ചുകൂടെ പെങ്കൊച്ചോ? ഇങ്ങോട്ട് നോക്ക് വനമാമേ, പറയാനുള്ളൊക്കെ പറഞ്ഞേ ആങ്ങളോടും ചേട്ടത്തിമാരോടൊക്കെ. മാപ്പിളോട് വല്ലതും പറയണോ? മാപ്പിളോട് വല്ലതും പറയണോ? ചെവിയില് പറയത്തുള്ളൂ. കിട്ടിയില്ല, അതിനുവേണ്ടി അങ്ങ് പോയതാ. വേറെ വല്ലതും ഉണ്ടോ? എന്തോ എന്റെ ചേട്ടത്തി ഞങ്ങളൊക്കെ അവരോട് വല്ലതും പറയാനുണ്ടോ? പ്രിഡിഗ്രി പാസ്സായി. ഇവിടെ പലയിടത്തും കൊടുത്തു, ഒന്നും കാർഡ് വന്നില്ല. മോളോട് വല്ലതും പറയാനുണ്ടോ?
മോളമാമോട് എന്നാ പറയുന്നത്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു പറയുക. അമ്മച്ചിയെ കാണാട്ടോ വന്ന അമ്മച്ചിയെ കണ്ടില്ലല്ലോ. അമ്മച്ചി ഇന്നലെ വരും എന്നൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇരുന്നത്. എന്നാണോ താമസിക്കുന്നത്? ഷാജിയൊന്നും പറയാനുണ്ടോ? ഷാജിയൊന്നും പറയാനുണ്ടോ? കൊച്ച് നാട്ടെ എന്തുമാത്രം കാണും? ഹുക്കലാമയിലൊക്കെ എന്താ പറയാനുള്ളേ? ഒന്നും പറയാനല്ലേ? പോയാൽ പറയൂല. ഓ വരുന്നെങ്കിൽ പറഞ്ഞാൽ മതിയോ? നിങ്ങളുടെ വള എപ്പോഴും ചോദിക്കുന്നു. നമ്മുടെ വള ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിള്ളേരുടെ വള അയക്കണം, പിള്ളേരുടെ വള അയക്കണം. പ്ലസിനും പ്ലസ് സി അല്ലേ? മോഹനെ പറയാനുള്ളേ പാപ്പനോട്? അമ്മച്ചോടെല്ലാം പറയണോ? അമ്മച്ചി വരാൻ പറയണോ അതോ വരണ്ടെന്ന് പറയണോ? ഉണ്ടോ? ആരും ഉണ്ട്? ആരാ? കോതേരി. പുള്ളിയുടെ കല്യാണം തോന്നല്ലായിരുന്നു. അപ്പൊ അതിനിടയ്ക്ക് എനിക്ക് ആ ദിവസങ്ങളിൽ ഞാനും ബിസിയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ തലേദിവസം സാധനം കൊടുത്തു വയ്ക്കാം. അവിടെ കൊടുത്തു വയ്ക്കാം. അപ്പൊ അവിടെ ഒന്നും പറയാനില്ല ആർക്കും. മച്ചിലൊന്നും പറയണ്ടേ മോളെ? നിങ്ങൾ പറയണേ. സാറിന് മാത്രമേ ഉള്ളൂ വരണമെന്ന് പറയാനുള്ളൂ. നമുക്കല്ലേ ആവശ്യം. അമ്മച്ചിക്ക് ചോദിച്ചവനോട് പറയാനല്ലോ പറഞ്ഞേ. കാണണോ? ഞങ്ങൾ ചെന്ന് പറയാം. അവര് 22-ാം തീയതി പോവാ. പറയാനുണ്ടെങ്കിൽ വല്ലതൊക്കെ പറ. ഞങ്ങളെ പിള്ളേരും മക്കളെയൊക്കെ കാണണം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ അമ്മയും കുഞ്ഞുങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. കത്തുകൾ അയക്കണം. വിവരങ്ങളൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട്. ജോലിക്ക് പോകുന്നുണ്ട്. പഠിക്കാൻ മിടുക്കരായിട്ട് പഠിക്കണം. പിന്നെ അമ്മ ഇങ്ങനെ കിടക്കും. എനിക്കെല്ലാം പറഞ്ഞു. അതിന് സുഖമായിരിക്കുന്നു. നോമെല്ലാം ചോദിച്ചാൽ നമ്മുടെ അസുഖം എങ്ങനെ ഇരിക്കുന്നു? അമ്മയ്ക്ക് തീരെ വേണം. വലിയ കാര്യമൊക്കെയാണ്. ഇവിടെ എല്ലാവരും സുഖമായിരിക്കുന്നു. അനിയൻ്റെ പിള്ളേരുടെ കാര്യം അനിയനും പിള്ളേരൊക്കെ സുഖമായിരിക്കുന്നു. പിള്ളേരുടെ പരീക്ഷയാണ്. ഇന്ന് ഞാൻ ആശുപത്രി വരുന്നുണ്ട്. ചേട്ടന് എൽക്കുട്ടി അമ്മയെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ പാട്ടേന്ന് ഇപ്പോൾ വീട്ടിലുണ്ട്. ചാരെങ്കിലും അമ്മച്ച് സുഖമായിരിക്കുന്നു. അവിടെ ഹോസ്പിറ്റലിൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ചായ കുടിക്കായിരുന്നല്ലോ ഇങ്ങനെ. അവിടെ
എന്തോ അവരോട് എന്തോ പറയാനുള്ള ചോദിച്ചാണ്ടൊക്കെ ഞങ്ങൾ ഒന്നിട്ടാ താമസിക്കുന്നത്. ഞങ്ങളൊരു വീട്ടിലാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ കൂടെ അവർ താമസിക്കുന്നത്. ഉണ്ട്, ജോലിയുണ്ട്. ആ ഇങ്ങോട്ട് നോക്കിയോ, വേറൊന്നും പറയാനില്ലേ? എല്ലാം കാണാൻ വെച്ചി. കൈയൊക്കെ താത്തൊരു വല്ലതും പറയാനുള്ളൂ, പറഞ്ഞു. മേമോടൊക്കെ വല്ലതും പറയാനുണ്ടോ? ഇല്ലേ? അവര് പറയുന്ന അവർക്ക് ആരുടെ എഴുത്ത് കിട്ടുന്നില്ലെന്ന് അവര് പറയാം. അവരോട് പറയാനുള്ളതൊക്കെ പറഞ്ഞു. കുഞ്ഞോടൊന്നും പറയുകയൊന്നും ചെയ്യണ്ട. ആങ്ങളെ അവിടെ ഉണ്ട്, അവരോട് പിന്നെ വലിയ കുഴപ്പമായിട്ടൊന്നും ഇല്ല. അമ്മച്ചി അവിടെ ചെക്കിങ്ങിന് കൊണ്ടുപോകാൻ ഇരിക്കുകയായിരുന്നു. രാജുവേ, പറയാനുള്ള പറഞ്ഞു. പെങ്ങളോടോ ചെറിയച്ഛനോടോ ഒക്കെ പറയാനുള്ള പറഞ്ഞു. ബാറ്ററി ഇരിക്കാണ്, പെട്ടെന്ന് പറയാം. ചെറിയാച്ചാനോട് പറയാനുള്ളത് പറയാൻ. ഓ ചെറിയാച്ചാനോട് എന്നാ പറയാൻ, ചെറിയാച്ചാൻ എഴുത്തയച്ചിട്ട് ചെറിയാച്ചാൻ മറുപടി അയച്ചു. ഓ ചെറിയാച്ചാന് തീർച്ചയായോണ്ട് രാജു ചെറിയച്ഛന് സപ്പോർട്ടാവില്ല. അവര് വലിയ കമ്പനിയാ. അത് കഴിച്ച് അതേറ്റിങ്ങനെ അത് വെച്ച് അതല്ലേ കാര്യം കഴിഞ്ഞോ എന്നുള്ള ഒരു ചിന്താഭാരത്താൽ ഞാനിങ്ങനെ ഒന്നുമല്ല. ഇവിടെ കാര്യമായിട്ട് എന്തോ വെട്ടണം, അതിനുകൊണ്ട് ഈ പെട്ടെന്ന് പോണം എന്ന് പറയുന്നത്. എവിടെയോ വന്ന് വീണിട്ടുണ്ട്, അതൊന്നും വെളിവാകത്തില്ല. പല കാര്യങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ വെളിവാകും. ഏറ്റവും കൂടുതൽ താമസിക്കുന്ന കാര്യം മറ്റേ 10 മാസമേ ഉള്ളൂ. ഇതിപ്പോ ബാക്കി വരെ വെളിവാകുന്നു. അത് നമ്മുടെ കേസിൽ അത്ര പോകത്തില്ല. പറയാനുണ്ടോ? ടീച്ചറാണ് നമ്മുടെ കോൺഗ്രിഗേഷന്റെ ഇപ്പോഴത്തെ ട്രഷറർ. കാര്യം ഓഡിറ്റ് ചെയ്ത് റിപ്പോർട്ട് വളരെ പെർഫെക്റ്റ് ആയിരുന്നു. ആ കാര്യങ്ങള് അതോടുകൂടി നമ്മള് കോൺഗ്രിഗേഷന്റെ തീർന്നു. ഈ ഡെലിഗേഷൻ ലീഡറായിട്ട് ഉദ്ദേശിച്ചാണ് നമ്മൾ ഇപ്പോഴാക്കി വെച്ചിരിക്കുക. കണ്ണിന് അസുഖം വയറ്റിലത് രണ്ടുപേരും ഇരിപ്പായിപ്പോ ഇങ്ങോട്ടും അങ്ങനെ യാത്രയൊന്നും ചെയ്യുന്നില്ല. ക്രിസ്ത്യാനിയുടെ കസിൻസ് ഉണ്ട്. ബിന്ദുവിനെ കാണിക്കാനുള്ള സാവകാശം കിട്ടിയാൽ ക്രിസ്ത്യാനിയുടെ കസിനാണോ കൊച്ചുപിടിച്ചേ? ആണോ? അല്ലേ? കസിൻ കാണാറുണ്ട്. അവരോടൊക്കെ വരും, ഞങ്ങളോട് പോകും. വിശ്വാസം
അതെ വിശ്വാസം അറിയാൻ പറ്റല്ലേ ഇതിലൂടെ അനിയത്തിയൊക്കെ ഉണ്ട് അപ്പനമ്മയുണ്ട് പൊന്നമ്മ ഒരു എന്റെ അപ്പാവനൊക്കെ അവിടെ അങ്ങനെ ഞാൻ അവരെ കണ്ടിട്ടില്ല. ഇതിലൂടെ അനിയത്തിയും വ്യത്യാസമുണ്ട്. അനിയത്തി വന്നായിരുന്നു വന്നിട്ട് പിന്നെ പോയി ഇപ്പൊ എവിടെയാണ് സ്റ്റേറ്റ്സില് പനുമയ്ക്ക് അവര് പോകില്ലേ നാട്ടിലൊരു മാസം ഉണ്ടായിരുന്നു. അവര് തന്നെയല്ലേ ഇപ്പൊ അന്നേരം 5 വർഷമായി. വീട്ടിൽ തുടങ്ങിയതല്ലേ തൂസന്മാര് വിട്ടു വന്നിട്ട് ഞാൻ ഒരു പ്രാവശ്യം വന്നത് ഒത്തിരി വർഷം മുമ്പേ അങ്ങനെ ഗുണമുണ്ടല്ലേ? കസാര അധികം മേടിക്കേണ്ട ആവശ്യമില്ല. പൊന്നമ്മയൊക്കെ വീട് നാട്ടിൽ തന്നെയാണോ? മോചൻ ആരെ അറിയാവുന്ന പൊന്നമ്മയാ നാട്ടിൽ തന്നെയാണോ? പൊന്നമ്മ നാട്ടിലാ. അന്നേരം അവിടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കല്യാണത്തിന് പൊന്നമ്മയാണ് സോറി മോനെ. നിങ്ങളൊന്നും താമസിച്ച് കറങ്ങി എങ്ങാണ്ടല്ലേ? കറങ്ങി തലവട്ടി കയറി വരില്ലേ? എന്നാ പോകുന്നു? നാളെ ഒരാഴ്ച തിങ്കളാഴ്ച പിള്ളേരെ കണ്ണു കറക്കടാ. അറിയത്തില്ല. അവനാടെ ഒളിവിൽ കൊള്ളുന്നു. കണ്ണു തുറന്ന് അപ്പനമ്മ എന്ത് ചെയ്ത് അമ്മ അങ്ങോട്ട് മാറുന്നില്ല. വേണ്ടാണ്ടാണ് ഒടിയോ അമ്മ വല്യമ്മ എന്റെ അടുത്ത് പാസ്റ്ററും സഭയിലെ മൂപ്പനും. ഇതാണ് പാസ്റ്ററും സഭയിലെ മൂപ്പനാണ് നിൽക്കുന്നത്. മക്കളും കൊച്ചുമക്കളുള്ള വല്യപ്പൻ. മക്കളുള്ള അപ്പൻ. മക്കളും കൊച്ചുമക്കളുള്ള വല്യപ്പൻ. അപ്പൻ